തിരുവനന്തപുരം കോവളത്തിന് സമീപം ഹോസ്പിറ്റലായിട്ട് പ്രവർത്തിച്ചിരുന്ന ഈ ഒരു കെട്ടിടം ഇപ്പോൾ വിൽപ്പനയ്ക്കുള്ളതാണ്. ടോട്ടലായിട്ട് 10 സെൻറ്റിൽ 3850 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് കോവളം ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയാണ്. കോവളത്ത് നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇടത്തോട്ട് പോകുന്ന വഴി, മുട്ടയ്ക്കാട് പോകുന്ന വഴി നമ്മൾ കുറച്ച് ദൂരം വരുമ്പോൾ ഏകദേശം ഒരു 1 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കിത് കാണാൻ പറ്റും. ഇവിടെ ഒരു ഗ്രന്ഥശാലയാണ് കേട്ടോ. ഗ്രാമോദ്ധാരണ ഗ്രന്ഥശാല എന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്നിരിക്കുന്ന ഈ ഒരു കെട്ടിടമാണ്. ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ്, നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ്. ഇതിൻ്റെ താഴത്തെ നിലയിൽ ഒരു 3 ബെഡ്റൂമുള്ളൊരു വീടാണ്. അതിൻ്റെ മേളിലോട്ടാണ് ഫുള്ളായിട്ട് ഈ ഹോസ്പിറ്റലിൻ്റെ റൂംസും അതെല്ലാമായിട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ തന്നെ താഴത്തെ നിലയിൽ താമസിച്ചൊരു ഹോസ്പിറ്റലൊക്കെ നടത്താൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു കെട്ടിടമാണ്. നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് വാങ്ങാനും സാധിക്കും. നമുക്കിതാ ഈ ഒരു ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ അത്യാവശ്യം 1-2 വണ്ടികൾ പാർക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ സ്പേസ് കിട്ടും. ഇതാ ഈ ഫ്രണ്ടേജ് നോക്കി, ഇവിടെ നമുക്ക് ഒരു ഷട്ടറുള്ള ഒരു റൂമുണ്ട്. അതായത് ഒരു മുറിക്കട കണക്ക് ഒരു റൂം ഇതാ ഇവിടെ ഷട്ടറോട് കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ റിസപ്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യാം. ഈ സൈഡിലൂടെ നമ്മുടെ പിൻവശത്തേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ചുറ്റി നമുക്ക് കോമ്പൗണ്ടിന് ചുറ്റി വരാൻ പറ്റും കേട്ടോ. അതിൻ്റെ ബാക്ക് വശം ഞാൻ പിന്നീട് കാണിച്ചു തരാം, വീട്ടിനകത്തൂടെ പോയി കാണിച്ചു തരാം. നമുക്കിതാ ഇതിൻ്റെ മേളിലേക്കും റൂംസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിലേക്കും നമുക്കൊരു 3 റൂമുകൾ ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരു റൂം, ഇതാ ഇവിടെ ഒരു റൂം. ഇതാ ഇതുവഴി മേളിലേക്ക് നമുക്ക് കയറുമ്പോഴത്തേക്കും ഒരു 2-3 റൂമുകൾ മേളിലേ ഉണ്ട്. അത് പോയിട്ട് താഴേക്ക് വാ. ഇവിടെ ഒരു റൂം 1, 2, 3 റൂമുകൾ ഇതായി ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അതുപോകെ നമുക്ക് താഴെ ഇത് ശരിക്കും ഒരു വീടായിട്ട് ഉപയോഗിക്കാവുന്നൊരു സ്പേസാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഡോക്ടേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ താമസിച്ചുകൊണ്ട് മേളിൽ ഹോസ്പിറ്റൽ നടത്താം. ആ രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇതാ ഇങ്ങനെ ഒരു ലിവിങ് സ്പേസ്. ഇതാ ഇവിടെ ഒരു റൂമുണ്ട്, ഒരു കോമൺ ബാത്റൂമുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളൊരു ബെഡ്റൂം ഇതാ കാണുന്നുണ്ട്. ഇതെല്ലാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് തന്നെ ഹോസ്പിറ്റലിൻ്റെ പർപ്പസിനൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഈ ആയുർവേദ ഹോസ്പിറ്റല് കിടത്തി ചികിത്സയൊക്കെ ഉള്ളവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ്. നല്ലൊരു ബഡ്ജറ്റിന് നിങ്ങൾക്കിത് വാങ്ങിയെടുക്കാനും സാധിക്കും. ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്. ആ കിച്ചൻ്റെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഇതൊരു നല്ല യൂട്ടിലിറ്റി ഏരിയ എന്ന് തന്നെ പറയാം കേട്ടോ. ഫുള്ളായിട്ട് ഈ ഒരു സ്പേസ് ഇങ്ങനെ കിട്ടും. അവിടെ നിന്ന് പോകുന്നത് നമ്മുടെ വർക്ക് ഏരിയയിലേക്കാണ്. കണ്ടോ, ഇവിടെ വർക്ക് ഏരിയ ഉണ്ട്. ഇത് നമ്മുടെ ബാക്ക് യാർഡാണ്. ബാക്ക് യാർഡിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കാവുന്നുള്ള രീതിയിൽ ഒരു പ്രൊവിഷനുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂം, പുറത്ത് വീണ്ടും ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. പുറത്ത് എന്തെങ്കിലും പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഇവിടെ ഒരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതുമാണ് ഞാൻ മുന്നേ പറഞ്ഞു കേട്ടോ, നമ്മളെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് എൻട്രി കിട്ടും. ഈ താഴത്തെ നിലയിൽ ഈ റൂംസൊക്കെ നോക്കുവാണെങ്കിൽ ഇതെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. കണ്ടോ, ഇങ്ങനെ വന്ന് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. ഇപ്പം കാണിച്ചതുപോലെ തന്നെ ഒരു സെയിം റൂമാണ് ഇതാ കാണുന്നത്. നമുക്കൊരു സിംഗിൾ ബെഡൊക്കെ ഇടാമെന്നുള്ളൊരു സ്പേസ് ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. ഇതിപ്പോൾ അലോപ്പതി ഇംഗ്ലീഷ് ഹോസ്പിറ്റലാണെങ്കിൽ എന്ത് വേണമെങ്കിലും നടത്താം കേട്ടോ. അലോപ്പതി ഹോസ്പിറ്റലാണെങ്കിലും ആയുർവേദ ഹോസ്പിറ്റലാണെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു സ്പേസാണ്. ഇപ്പം മെയിനായിട്ട് നമുക്ക് ഈ കോവളം ബേസ് ചെയ്തിട്ടൊക്കെ ആയുർവേദ ഹോസ്പിറ്റൽസൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ പറ്റിയൊരു ലൊക്കേഷനാണ്. ഇപ്പോൾ ഫോറിനേഴ്സിനാണെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നൊരു ലൊക്കേഷനാണ്. നമുക്ക് ഇവിടെ തന്നെ പല സ്ഥലങ്ങളിലും നോക്കുകയാണെങ്കിൽ കുറേ ഹോം സ്റ്റേ ഒക്കെ കാണാൻ സാധിക്കും കേട്ടോ. ഈ റൂംസൊക്കെ നോക്കി കണ്ടോ. ഇതൊക്കെ നമുക്ക് ഹോസ്പിറ്റലിലെ പർപ്പസിനൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഫുള്ളായിട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഫ്ലോർ കണ്ടതിന് ശേഷം മേളിലേക്ക് പോകാമേ. ഈ പാത്ത് വേ എല്ലാം വീൽ ചെയറൊക്കെ കൊണ്ടുപോകാനും അല്ലെങ്കിൽ ഒരു സ്ട്രെച്ചറിൽ നമുക്ക് ഉരുട്ടി മാറ്റാനും ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു റൂം കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. ഇവിടെ വിശാലമായിട്ടുള്ളൊരു ഹാളുണ്ട്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇൻപേഷ്യൻസിനെ കിടത്താം. ഇനി അതല്ല, ഇവിടെ ഒരു റൂമുണ്ട്.
ഇതിൽ നമുക്കിതുപോലെ ഇൻപേഷ്യൻസിനെ കിടത്താവുന്നതാണ്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബെഡൊക്കെ ഇട്ടിട്ട് ആ രീതിയിൽ കിടത്താവുന്നതാണ്. ഇതെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. 1, 2 ഇനി അങ്ങോട്ടേക്കുണ്ട്, ഫ്രണ്ടിലേക്കുണ്ട്. വാ, ഇഷ്ടംപോലെ റൂംസ് ഉണ്ട് കേട്ടോ. ടോട്ടലായിട്ട് 3850 സ്ക്വയർ ഫീറ്റിലാണ് ഇത് ഫുള്ളായിട്ട് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മിതി വരുന്നത്. ഇവിടെ നമുക്ക് കൂടുതൽ ബെഡുകൾ അക്കോമഡേറ്റ് ചെയ്യാവുന്ന റൂമാണ്. അതിന് ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇത് വന്നിട്ട് അതുപോലെ നമുക്ക് ഒരാൾക്ക് മാത്രം കൊടുക്കാവുന്ന രീതിയിലുള്ള അടുത്തൊരു റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ്. ഇവിടെ നിന്ന് മേളിലേക്ക് പോകുമ്പോൾ നമുക്ക് വീണ്ടും ഇവിടെയും ഒരു 2 റൂം കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറാണ്. ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോഴത്തേക്കും ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് ശരിക്കും 3 റൂംസാണ് കേട്ടോ. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂം. അതിൽ നിന്ന് കയറി ഇങ്ങനെ അകത്തേക്ക് വരാം. ഇവിടെ ഒരു റൂം വരും. വീണ്ടും ഇവിടെ വീണ്ടും ഒരു റൂം വരും. അങ്ങനെ ശരിക്കും 3 റൂംസാണ് വരുന്നത്. അതിൽ ഒന്നിന് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി ഉണ്ടാവും. ഇവിടെ കൂടെ ഒരു എക്സസ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതിപ്പം പുറത്തുനിന്ന് ലോക്ക് ചെയ്തേക്കുവാണ്. ഇനി നമുക്കിവിടെ ഒരു വലിയൊരു ഹാളും കൂടെ, ഒരു കവേർഡായിട്ടുള്ളൊരു സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഒരു ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ അതിന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിരിക്കാനോ അല്ലെങ്കിൽ തുണിയൊക്കെ അലക്കി ഉണക്കിയിടാനോ ഈ ഒരു സ്പേസ് ഉപയോഗപ്പെടുത്താം. കണ്ടോ, ഇങ്ങനെ വിശാലമായിട്ടുള്ളൊരു ഹാളുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ ശരിക്കും ഒരു സ്റ്റേജ് കണക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ നടത്തണമെന്നുണ്ടെങ്കിലും ഇവിടെ വെച്ച് തന്നെ ചെയ്യാം. ഇപ്പോൾ ഈ ഫോറിനേഴ്സൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ഈ കലാപരിപാടികളൊക്കെ നടത്തുമല്ലോ, അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജ് യൂട്ടിലൈസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ എല്ലാവർക്കും ഇരിക്കാവുന്നതാണ്. ആ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു കവേർഡായിട്ടുള്ള മേളിൽ റൂഫ് ചെയ്തിട്ടുള്ള ഒരു സ്പേസാണ് കാണുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെയും നമുക്കൊരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ലോക്ക് ചെയ്തൊക്കെയാണ്. ഇവിടെയും ഒരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് എനിക്ക് കണ്ടിൽ കാണുമ്പോൾ തോന്നുന്നത് മെയിനായിട്ട് ഒരു ആയുർവേദ ഹോസ്പിറ്റലോ അങ്ങനെ അല്ലെങ്കിൽ കിടത്തി ചികിത്സ നടത്തുന്ന അങ്ങനെയുള്ള ഹോസ്പിറ്റൽസൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ്. ഇനി അതല്ല ഇംഗ്ലീഷ് മെഡിസിൻ ആണെങ്കിൽ നമുക്ക് ഈ ലൊക്കാലിറ്റിയിൽ ചുറ്റുവട്ടത്തുള്ളതായിട്ട് വേറെ ഹോസ്പിറ്റൽസ് ഒന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. മെയിനായിട്ട് ഫോറിനേഴ്സിനെ ബേസ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സകളൊക്കെ ചെയ്യുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. ഇവിടെ നിന്ന് വീണ്ടും ഇനി ടെറസിലേക്കുള്ള എൻട്രിയാണ്. അതിലും ഇനി വേറെ ഒന്നുമില്ല. അവിടെ വേണമെങ്കിൽ പുതിയ റൂംസൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ ഓവറോളായിട്ട് കെട്ടിടം. ഞാൻ എല്ലാ റൂംസും കാണിച്ചു തന്നുണ്ട് കേട്ടോ. റൂംസ് മാത്രം, അതായത് നമ്മൾ ആ വീടിൻ്റെ ഒരു 3 ബെഡ്റൂം പോയിട്ട് 11 12 റൂംസ് ഉണ്ട്. പ്ലസ് ഇതുപോലെ ഒരു വലിയ ഹാളുണ്ട്. താഴെ നമുക്ക് വെള്ളത്തിനാണെങ്കിൽ അങ്ങോട്ട് കാണിച്ച് കിണറുണ്ട്. അപ്പോൾ അതിൻ്റെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ബാക്കി ഇതിനകത്തേക്കുള്ള എക്യുപ്മെൻറ്റ്സും ബെഡും കാര്യങ്ങളൊക്കെ മാത്രം വാങ്ങിയാൽ മതിയാവും. കോവളം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രം മാറിയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിനെ ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില 2 കോടി രൂപയാണ് കേട്ടോ. ടോട്ടലായിട്ട് 10 സെൻറ്റിൽ 3850 സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത്. നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നേരിട്ട് അവരുമായിട്ട് തന്നെ ഡീൽ ചെയ്യാം. ഇതിന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ പറഞ്ഞതിൽ ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നേരിട്ട് സംസാരിച്ച് ഡീലാക്കാം. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ആരെങ്കിലും ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ആഗ്രഹിക്കുന്ന ഡോക്ടേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്, മിസ്സാക്കല്ല. നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് തിരിച്ച് കോവളം ജംഗ്ഷനിലേക്ക് പോകുന്ന ഒരു വഴിയും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അങ്ങനെ ഒരു വഴി കാണിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ പല ആൾക്കാർക്കും അതൊരു നല്ലൊരു സംഭവമായിട്ട് തോന്നി. എല്ലാവർക്കും പെട്ടെന്ന് സ്ഥലം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വഴി കാണിച്ചിട്ടൊരു വീഡിയോ നമ്മളിപ്പം ലാസ്റ്റായിട്ട് ആഡ് ചെയ്തേക്കാം. അപ്പോൾ അതുകൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും.